ചട്ടീൻ്റെ ചൂട് കൊണ്ട് മാത്രം ചൂടായ മോരുകറി അടിപൊളിയാണ്. അതെ. അപ്പോൾ നമസ്കാരം. നമ്മുടെ കാഞ്ഞിരപ്പള്ളി അമ്മച്ചിയുടെ ഒരു അടിപൊളി മോരുകറിയായിട്ട് അല്ലേ? അതെ അതെ. ഇന്ന് ഞങ്ങൾ മോരുകറിയൊക്കെ വെച്ച് ചോറിടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നല്ലൊരു മോരുകറി വെക്കാം. അമ്മച്ചിയുടെ സ്റ്റൈൽ എന്നാ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞിട്ട് മോരുകറി വെച്ചു. ഞാൻ മോരുകറി ഇത് അടുപ്പ വെച്ച് ചൂടാക്കുന്നില്ല. ഇതെല്ലാം കൂടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ വഴറ്റിയിട്ട് അത് വാങ്ങി വെച്ചിട്ട് അതിനകത്തേക്ക് ഈ മോരൊഴിക്കുവാണ്. സാധാരണ നമ്മൾ മോര് അടുപ്പ വെച്ച് ചൂടാക്കും. ഇത് മോര് ചൂടാക്കുന്നില്ല. ഇല്ല, അതിൻ്റെ പ്രത്യേകത അതാണ്. ഇനിയിപ്പം നമുക്ക് ചട്ടി അടുപ്പയിൽ വെച്ചിട്ട് ചട്ടി നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു സ്വല്പം ഉലുവ ചേർക്കാം. ഉലുവ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഉലുവ പൊട്ടി. ഇനി നമുക്ക് സ്വല്പം ജീരകം ഇടാം. ലേശം കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി. ഇതിലേക്ക് നമുക്ക് ഒരു 3 പച്ചമുളക് കീറിയിടാം. ഇപ്പം മുളക് വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ഇതൾ കറിവേപ്പില ഇടാം. ഇനി നമുക്കൊരു ലേശം മഞ്ഞൾപ്പൊടി, ഇനി നമുക്ക് ഇതിനകത്തേക്ക് തൈര് ഒഴിക്കാം. തീ ഓഫാക്കാം. ഉപ്പിടാം. എളുപ്പത്തിൽ മോരുകറി റെഡിയായി. എളുപ്പത്തിലൊരു മോരുകറി. ഇത് തിളക്കരുത്. ഇത് ഞാൻ സ്റ്റവ് ഓഫാക്കി. മോര് തിളയ്ക്കുന്നില്ല. ചൂട് മാത്രം മതി. ചൂട് ആ ചട്ടിക്കൊരു ചൂടുണ്ടല്ലോ, ആ ചൂട് കൊണ്ട് ഉള്ള ചൂട് മതി. അതെ അതെ, ഇതാണ് വെറൈറ്റി. മറ്റേത് മോര് തിളച്ചു പോകാതെ ഇതിപ്പോൾ ചട്ടിയുടെ ചൂട് കൊണ്ടുള്ള ചൂട് മതി. ഇതിനകത്ത് സ്വല്പം ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞിടുവാണെങ്കിൽ ഒരു കാണാനൊക്കെ ഒരു ഭംഗി ഒക്കെ കിട്ടും. അതെ, നമ്മൾ വെളുത്തുള്ളി ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ. കുറച്ചുകൂടെ കുറച്ച് സ്വല്പം 2 ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞ് നമുക്കിതിൽ വേണേൽ വഴറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മോരുകറി റെഡി. ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അതെ,
ശരിക്കും നമ്മൾ മോര് തിളപ്പിച്ചൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ രുചി ഇതാണ്. വീട്ടില് കിട്ടുകയും വേഗം എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു കറിയാണ്. അടിപൊളി കേട്ടോ. അടിപൊളിയാണ്. ഇനി വേണോ? ഇനി ഇത് ഓഫാക്കി കഴിഞ്ഞിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടാം. അതെ അതെ, ഓക്കെ. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതേ മോര് തിളയ്ക്കുന്നില്ല, ചൂടാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് വലിയൊരു ഇതുണ്ടായില്ലെന്ന് വിചാരിച്ചത്. പക്ഷെ ഇത് ശരിക്കും നല്ല അടിപൊളി. അല്ല, അതിൻ്റെ ചേരുവകളെല്ലാം ചേർന്നിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ തിളപ്പിക്കുന്നില്ല എന്ന് മാത്രമേ, ഈ ചട്ടിയുടെ ചൂട് കൊണ്ടുള്ള ചൂട് മാത്രമേ ആകുന്നുള്ളൂ, മോരിന് കിട്ടുന്നുള്ളൂ. എന്തായാലും അടിപൊളി മോരുകറി. മോരുകറി, അതെ. അമ്മച്ചിയുടെ മോര് തിളയ്ക്കാത്ത മോരുകറി അടിപൊളിയാണ്. അതെ, കാഞ്ഞിരപ്പള്ളി അമ്മച്ചിയുടെ സ്പെഷ്യൽ മോരുകറി എന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ അതല്ലേ, അതെ. ചട്ടീൻ്റെ ചൂട് കൊണ്ട് മാത്രം ചൂടായ മോരുകറി അടിപൊളിയാണ്. അതെ. അപ്പം കാഞ്ഞിരപ്പള്ളി അമ്മച്ചിയുടെ സൂപ്പർ സ്പെഷ്യൽ മോരുകറി, ചൂടാക്കാത്ത മോരുകറി. അതെ, എല്ലാവരും വെച്ച് നോക്കുക, കമന്റിലൂടെ അറിയിക്കുക അല്ലേ. അതെ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ. ബൈ.